അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ സമാഗതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ? അതായത് മുമ്പ് ചെയ്തതിനേക്കാൾ കൂടുതലായി നന്മകൾ അധികരിപ്പിക്കാൻ, അല്ലെങ്കിൽ മുമ്പ് ചെയ്യാതിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഈമാനികമായ ആവേശം, ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നുണ്ടോ? അതിനുള്ള തൗഫീഖ് നമ്മൾക്ക് ലഭിക്കുന്നുണ്ടോ? ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ട കാര്യമാണത്. അങ്ങനെ തൗഫീഖ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തറാവീഹിന് പോകാൻ, ജമാഅത്ത് കളയാതെ പള്ളിയിൽ പോകാൻ, മറ്റു നല്ല കാര്യങ്ങൾക്ക്, വെറുതെ ഇരിക്കുമ്പോൾ ഖുർആൻ എടുത്ത് ഓതാൻ, നല്ല കാര്യങ്ങൾ കേൾക്കാനൊക്കെ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, തീർച്ചയായും നാം റമദാൻ കൊണ്ട് അനുഗ്രഹീതരാണ്. അതല്ലാതെ റമദാനിൻ്റെ മുമ്പ് ജീവിച്ചതുപോലെ തന്നെ ചില ആളുകളൊക്കെ റമദാനിൻ്റെ മുമ്പ് പള്ളിയിലും ജമാഅത്തിനൊക്കെ വന്നിരുന്ന ആളുകൾ നോമ്പിൻ്റെ പേര് പറഞ്ഞ് കിടന്നുറങ്ങുന്നവരുണ്ട്. ആ രൂപത്തിലേക്കാണ് റമദാൻ നമ്മെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും സൂക്ഷിക്കണം. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ നല്ല സന്ദർഭങ്ങളിൽ നന്മകൾ അധികരിപ്പിക്കാൻ അവനു ഭാഗ്യം നൽകും. അതായത് റമദാൻ പോലുള്ള നല്ല മാസങ്ങൾ വരുമ്പോൾ മുമ്പ് ചെയ്തതിനേക്കാൾ നന്മകൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കാൻ അവന് ഭാഗ്യം നൽകും അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ഉണ്ടോ? അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരായ ആളുകളിൽ പെട്ടവരാണോ നമ്മൾ എന്നറിയാൻ സ്വയം ഒന്ന് ചോദിച്ചാൽ മതി. നമുക്ക് നല്ല സന്ദർഭങ്ങൾ വരുമ്പോൾ റമദാന്, അതുപോലെ തന്നെ ശഅബാൻ 15, ഇസ്രാ മിഅ്റാജ്, മുഹറം 10, ഇങ്ങനെയുള്ള വർഷത്തിൽ വരുന്ന വളരെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രീബോധരാണ് നമ്മളെന്ന് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേൽ ഇഷ്ടത്തിലല്ല എന്ന് തിരിച്ചറിയുകയും റബ്ബിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ചെയ്ത പാപത്തിൽ നിന്നും പശ്ചാത്തപിക്കുക, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാം തീർച്ചയായും നമ്മുടെ റബ്ബിൻ്റെ പ്രീതി നേടിയെടുക്കാൻ ശ്രമിക്കുകയും അതിലൂടെ നന്മയുടെ വാതായനങ്ങൾ നമുക്ക് അള്ളാഹു തുറന്നു തരികയും ചെയ്യും. ഓർക്കുക, നമുക്ക് നല്ലത് ചെയ്യാനുള്ള